You are watching 24 Prime Hours. നമസ്കാരം. എൻകൗണ്ടർ തുടങ്ങുന്നു. നിസ്സഹകരണമാണ് നയം എന്ന് UDF വ്യക്തമാക്കിയിട്ടും CAഎതിരെ ഇടതുമുന്നണി സൃഷ്ടിച്ച മനുഷ്യ മഹാശൃംഖലയിൽ ലീഗ് പ്രാദേശിക നേതാക്കളും അണികളും കണ്ണികളായത് എന്തുകൊണ്ട്? മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കാം. ആദ്യം മനുഷ്യ മഹാശൃംഖല അത് പലയിടത്തും മതിലായി തന്നെ മാറുകയുണ്ട്. ഈ മനുഷ്യ മഹാശൃംഖല തീർക്കാൻ അണിചേർന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവർ മാത്രമല്ല, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ രാജ്യം ശിഥിലമായി കൂടാ എന്ന് ചിന്തിക്കുന്ന ആളുകളെല്ലാം അതിലെത്തിപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അല്ലാത്തവരും എത്തിപ്പെട്ടു. ഇതാണ് വസ്തുത. അവരെയൊന്നും ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം ഇത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ലീഗ് പ്രാദേശിക നേതാക്കളിൽ ചിലർ മാത്രമല്ല, UDFന്റെ ഉറച്ച വോട്ട് ബേസായ സമസ്ത, മുജാഹിദ് സംഘടനാ നേതാക്കളും പ്രതിഷേധ ശൃംഖലയിൽ ഭാഗമായിട്ടുണ്ട്. ഇതിൽ UDF കാണുന്ന അപകടം ഇന്ന് K മുരളീധരന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു. പാർട്ടി ഗൗരവത്തിൽ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചു. അപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭാഗത്തുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കടപ്പുറത്തെ UDF യോഗം വൻ വിജയമായിരുന്നു. അതിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങാനും 30-ാം തീയതിയുള്ള ഭൂപടം അത് വൻപിച്ച് വിജയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ UDF നടത്തുന്നത്. അതിലും കൗതുകമുണർത്തി ലീഗ് അണികളുടെ പങ്കാളിത്തത്തെ ന്യായീകരിച്ച PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഈ വിഷയത്തിൽ ലീഗിലെ അഭിപ്രായ ഭിന്നത കൂടി പ്രകടമാകും. ഉണ്ടെങ്കിൽ പാർട്ടി അന്വേഷിക്കും, ആവശ്യമായ നടപടിയെടുക്കും. ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽ വന്നില്ല. പൗരത്വ ഭേദഗതിക്ക് എതിരായി നിൽക്കുന്ന എല്ലാ പരിപാടികളിലും സംഘടിക്കുക, അതിൽ സഹകരിക്കുക എന്നുള്ള നിലക്ക് സതുദ്ദേശത്തോടു കൂടി ചിലർ ചെയ്യുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. കണ്ണിയായോ മുസ്ലിം ലീഗും? എൻകൗണ്ടറിൽ എൻ്റെ അതിഥികൾ CPIM-ൽ നിന്ന് ഡോക്ടർ PK ബിജു, കോൺഗ്രസിൽ നിന്ന് ശ്രീ AA ഷുക്കൂർ, മഹാശൃംഖലയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ KM ബഷീർ എന്നിവരാണ് ഇന്ന് എന്നോടൊപ്പം എൻകൗണ്ടറിലുള്ളത്. ലീഗ് നേതാക്കളിൽ ചിലരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഗ് നേതാക്കൾ ആരും തന്നെ നിലവിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ തയ്യാറായിട്ടില്ല. ആദ്യം ശ്രീ KM ബഷീർ, മുസ്ലിം ലീഗിൻ്റെ ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണല്ലോ ശ്രീ KM ബഷീർ താങ്കൾ. മനുഷ്യ മഹാശൃംഖല സൃഷ്ടിക്കപ്പെടുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഘടകകക്ഷിയായി നിൽക്കുന്ന മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF പൊതുവായി എടുത്തിരുന്ന രാഷ്ട്രീയ സമീപനമാണ് ഈ മനുഷ്യ മഹാശൃംഖലയുമായി യോജിക്കേണ്ടതില്ല എന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ആ ശൃംഖലയിൽ കണ്ണിയായത്? UDFനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാട് എടുത്തത് അവർ കൂടി ആലോചിച്ച് എടുത്തിട്ടുള്ള നിലപാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും പ്രവർത്തകരാണ്. അതിലുപരി കേരളത്തിലെ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒറ്റപ്പെട്ട സമരങ്ങൾ അതിൻ്റെ ശക്തി കുറക്കും എന്നുള്ള രൂഢമായ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വം ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ, അതായത് ഇതിന്റെ ഭാഗമാകണ്ട എന്ന്. നേരത്തെ മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചതാണ്. UDFിലെ എല്ലാ ഘടകകക്ഷികളെയും ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി ക്ഷണിച്ചതാണ്. പക്ഷേ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് UDF പൊതുവിൽ തന്നെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു. ലീഗും അതേ നിലപാടിനോടൊപ്പമായിരുന്നു. എന്നിട്ടും താങ്കൾ പങ്കെടുത്തത് വ്യക്തിപരമായ താങ്കളുടെ നിലപാടായിട്ടാണോ കാണേണ്ടത്? താങ്കൾ മാത്രമല്ലോ അല്ലല്ലോ, ലീഗിലെ പ്രാദേശിക നേതാക്കളിൽ ചിലർ, അണികളിൽ പലരും
ഈ മഹാശൃംഖലയുടെ ഭാഗമായിട്ടുണ്ട്. അതായത് നേതൃത്വം ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ ഭാഗമാകും എന്നാണോ? അങ്ങനെയല്ല. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തിലെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അവരുടെ അവകാശങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ മൺമറഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായ നേതാക്കളും വർത്തമാനകാല നേതാക്കളും അതിനെ വിമലീകരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഈ സമരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നത് പോലെ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു മാത്രം പ്രശ്നമായി ഇതിനെ മാറ്റും എന്നുള്ളത് കൊള്ളൂ. അതൊരു പക്ഷേ അല്ല, താങ്കൾ ഈ പറയുന്ന ന്യായവാദങ്ങളൊന്നും താങ്കളല്ലല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നയിക്കുന്നത്, താങ്കളല്ലല്ലോ UDF എന്ന സംവിധാനത്തെ നയിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നെങ്കിൽ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ പാർട്ടി നേതൃത്വം പറയുന്നത് കേൾക്കാൻ താങ്കൾ തയ്യാറാകണം. അതല്ലെങ്കിൽ താങ്കൾ തുറന്നു പറയണം, ഈ ഇത്തരം പ്രതിഷേധങ്ങളിൽ താങ്കൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ കൂടുതൽ ആശ്രയിക്കുന്നത് പിണറായി വിജയന്റെ നിലപാടിനെയാണ്, അതുകൊണ്ട് ഈ സമുദായങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ വികാരം മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. അങ്ങനെയാണോ ഉണ്ടായത്? മുസ്ലിം ലീഗ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ നിരാകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ബഹുമാനീയനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങൾ തന്നെ പ്രസ്താവന ഇറക്കുമായിരുന്നു. അത്രമാത്രം ഗൗരവകരമായ ഒരു ഇഷ്യൂ ആണെങ്കിൽ തങ്ങൾ തന്നെ പ്രഖ്യാപനം നടത്തുമായിരുന്നു. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രസ്താവന ഇറക്കിയിട്ടില്ല, APA മജീദ് സാഹിബ്. സ്വാഭാവികമായി ഇതിനോട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ വിളിച്ചു ചേർക്കുന്ന ഒരു പരിപാടിയിൽ എല്ലാം കഴിഞ്ഞ് ഒരു അതിഥികളെ പോലെ വന്ന് നിൽക്കേണ്ടതല്ല മുസ്ലിം ലീഗ്. അല്ലല്ല, എന്റെ ചോദ്യം ശ്രീ KM ബഷീർ, ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്കറിയില്ലേ UDF ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ? അത് എല്ലാവർക്കും ബാധകമായ ഒന്നാണ്, അതിന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും ബാധകമാണ്. പിന്നെ ലീഗ് തന്നെ ഈ കാര്യത്തിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അതിന്റെ ഭാഗമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ UDFന് പ്രതിഷേധിക്കാൻ മറ്റൊരു വേദി ഒരുങ്ങുന്നുണ്ട്, ഒരു മനുഷ്യ ഭൂപടം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. അതിനെല്ലാം മുൻപേ ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന്, ഒരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകുന്നതിലൂടെ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? സന്ദേശമൊന്നുമല്ല. ഇന്ന് വന്ധ്യനായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ സീനിയർ നേതാവ് ഇന്ന് പ്രതികരിച്ച പോലെ, ആൾ അഭ്യർത്ഥിച്ച പോലെ ഈ കാര്യത്തിൽ RSSനും സംഘപരിവാരിക്കും ശക്തികൾക്കുമെതിരെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ കരി നിയമത്തിനെതിരെ എല്ലാം മറന്ന് എല്ലാ പാർട്ടികളും, ഇതിനോട് വിയോജിപ്പുള്ള എല്ലാ പാർട്ടികളുടെയും എല്ലാ സംഘടനയും സംഘടന ഇല്ലാത്തവരുടെയും ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു, ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. അതിൽ ഈഗോക്ക് അവിടെ സ്ഥാനമില്ല. അവിടെ വേണ്ടത് ഈ കരി നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് കൊടുത്തിട്ടുള്ള ഒരു ഹർജി പരിഗണക്ക് വന്നുകൊണ്ടിരിക്കുക. അല്ല ശ്രീ ബഷീർ, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോകാം. കാരണം അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അതിൽ താങ്കൾ കൃത്യതയോടുകൂടി ഒരു വിശദീകരണം നൽകിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഏതായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ AA ഷുക്കൂർ, ഞാൻ വരാം. ശ്രീ AA ഷുക്കൂർ, K മുരളീധരൻ ഇന്ന് ഈ സാഹചര്യത്തെ വിലയിരുത്തി നടത്തിയ പരാമർശത്തിൽ നിന്ന് ഞാൻ താങ്കളോടുള്ള ചോദ്യങ്ങൾ തുടങ്ങാം. UDFന് വോട്ട് ചെയ്തവരെല്ലാം, അല്ലെങ്കിൽ അതിലൊരു മഹാഭൂരിപക്ഷവും ഇടതുമുന്നണി രൂപപ്പെടുത്തിയ മനുഷ്യ മഹാശൃംഖലയ്ക്കൊപ്പം ചേർന്നു. ഭയപ്പെട്ടു പോയ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷകരാകാൻ UDFന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ മറുഭാഗത്തേക്ക് പോയി. ഇതിനെ അതീവ ഗൗരവമുള്ള ഒന്നായി കാണണമെന്നാണ്. അങ്ങനെ കാണുന്നുണ്ടോ പാർട്ടി? ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല, അങ്ങനെ കാണുകയും വരുത്. കാരണം ഗോപികൃഷ്ണ,
ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, പിന്നോക്ക സമൂഹങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കുന്ന ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകുന്നതിൻ്റെ കാൽവയ്പ് തുടങ്ങിയിരിക്കുന്നു എന്ന ഭീതിയും ഭയാശങ്കയും എല്ലാവരിലുമുണ്ട്. ഭൂരിപക്ഷ ജനവിഭാഗമായ ഹൈന്ദവ മതവിശ്വാസികൾ പോലും അവരും ഇത്തരത്തിലൊന്ന് വേണമോ എന്ന ചിന്തയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു പുതിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയിൽ ഈ വിഷയത്തെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ആര് സമരം വിളിച്ചു കൂട്ടിയാലും കുറെ നിഷ്പക്ഷമതികളായിട്ടുള്ള, അല്ലാത്തവരായിട്ടുള്ള, എന്നാൽ മാർക്സിസ്റ്റ് ശ്രീ ശുക്കൂർ, ഞാനൊന്ന് ഇടപെടട്ടെ. താങ്കൾ വളരെ ഒഴുക്കിൽ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്, നിഷ്പക്ഷമതികളായിട്ടുള്ള, അല്ലാത്തവരായിട്ടുള്ള. അവിടെയാണ് ഒരു പ്രശ്നം. അല്ലാത്തവരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെയും UDFന്റെയും ഒക്കെ വോട്ട് ബേസായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവരിൽ പോയിട്ടുണ്ട്. ഉമർ ഫൈസി മുക്കം, മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവർ ഇവർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. മുജാഹിദ് വിഭാഗം നേതാക്കൾ, KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, വൈസ് പ്രസിഡന്റ് നിസാർ ഒളവണ്ണയെ പോലുള്ളവർ കോഴിക്കോട് മുതലക്കുളത്ത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി. എങ്ങനെ UDF ഇതിൽ നമ്മൾ നിസ്സഹകരിക്കുകയാണ് എന്നൊരു രാഷ്ട്രീയ നിലപാട് എടുത്ത ശേഷവും താങ്കൾ പറഞ്ഞതുപോലെ നിഷ്പക്ഷമതികളല്ല, പാർട്ടി അണികളായി നിൽക്കുന്നവർ, ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ കണ്ണിചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞ ലീഗിന്റെ പ്രധാന ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ ഉത്തരവാദിത്തം ചിലർ പോയിട്ടുണ്ടാകാം. അത് സ്വാഭാവികമാണ്. അതൊരു ശക്തമായ പ്രതിഷേധത്തിന്റെ അലയൊലികൾ ആഞ്ഞടിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ബോധപൂർവം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒന്നല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ഗോപികൃഷ്ണ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരള നിയമസഭയുടെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയത്തിൽ അത്തരത്തിൽ നിലപാടെടുക്കാൻ ഈ എടുത്തവരെ പോലെ അത് കോൺഗ്രസിനും UDFിനും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനുമുള്ള ആളുകളുടെ മനോഭാവം പോലെയുള്ള ഒരു മനോഭാവം CPMന്റെ ഭാഗത്തു നിന്ന് വരുമോ? ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ശ്രീ A. ശുക്കൂർ. അതായത് നിങ്ങളെടുത്ത ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ സാഹചര്യത്തെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ മതേതര മനസ്സ് ഇടതുമുന്നണി സൃഷ്ടിച്ച പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഒപ്പമുണ്ട്. അത് ആര് തടുക്കാൻ ശ്രമിച്ചാലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതാണ് ഈ ഇടതുമുന്നണി വിളിച്ചു ചേർക്കുമ്പോഴും UDF വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അതിനെ കടന്നുകൊണ്ട് ഒഴുകിയെത്തിയിട്ടുള്ള ലീഗിലെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പറഞ്ഞത് കേൾക്കൂ, ഡോക്ടർ മുനീർ പറഞ്ഞത് കേൾക്കൂ. UDFോ മുസ്ലിം ലീഗോ കോൺഗ്രസോ ഇത്തരത്തിൽ ഒരു നിഷേധം ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കരുത് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല, എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല ശ്രീ A. ശുക്കൂർ, ഈ സമരത്തിനോട്, ഈ പ്രതിഷേധ സമരത്തോട് നമ്മൾ നിസ്സഹകരിക്കും എന്ന് UDF നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ ഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഘട്ടത്തിൽ ഭിന്നിപ്പുകളെല്ലാം മാറ്റി നിർത്തി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ്, സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞ് കോൺഗ്രസിനെ ക്ഷണിക്കുന്നു. കോൺഗ്രസ് ഇല്ല. മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, മുസ്ലിം ലീഗ് ഇല്ല. ഔദ്യോഗികമായ നിലപാടായിരുന്നു. അത് ലീഗിലെ സമസ്തയടക്കമുള്ള സംഘടനാ നേതാക്കൾ ചെവിക്കൊണ്ടില്ല. അഥവാ അണികളിൽ പലരും അതിന്റെ ഒപ്പം ചേർന്നപ്പോൾ നേതാക്കൾക്ക് ഗത്യന്തരമില്ലാതെ അവർക്കൊപ്പം നിൽക്കേണ്ടി വന്നു. ഏതായാലും UDF എടുത്ത രാഷ്ട്രീയ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമായി എന്നത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിലുള്ള കാര്യമാണ്. ഞാൻ വെറുതെ താങ്കളോട് തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിലുള്ളതാ. അങ്ങനെ ഇരുന്ന ഒരാളാണ് താങ്കളുടെ തൊട്ടടുത്തിരിക്കുന്നത്. ശ്രീ ശുക്കൂർ, ഈ സ്ക്രീനിൽ താങ്കളുടെ തൊട്ടടുത്തിരിക്കുന്ന KM ബഷീർ ലീഗിന്റെ പ്രാദേശിക നേതാവാ. അവിടെ കണ്ണി ചേർക്കപ്പെട്ട് ഇന്ന് വന്നു നിൽക്കുന്നയാളാണ്. ഉമർ ഫൈസി മുക്കം, മുസ്തഫ മുണ്ടുപാറ, മുജാഹിദ് വിഭാഗം നേതാക്കൾ, KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി,
നിസാർ ഒളവണ്ണ. ഞാൻ അതെല്ലാം സമ്മതിക്കുന്നു. അതെല്ലാം ദേശീയ പൗരത്വ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം എവിടെ നിന്നെല്ലാം വരുന്നുവോ അവിടെ സഹകരിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ എ ശുക്കൂർ താങ്കൾ പറയണം, യോജിച്ച പ്രതിഷേധം വേണ്ട എന്ന യോജിച്ച പ്രതിഷേധം വേണ്ട എന്ന UDFന്റെ നിലപാട് പാഴായിപ്പോയി, അതൊരു പിഴവായിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കണം. കാരണം AK ആന്റണി ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരുമിച്ച് നിൽക്കണമെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഒന്നും ഒരു തടസ്സമാകരുത്, ഒരു രാഷ്ട്രീയവും അതിന് തടസ്സമാകരുത്, ഒന്നിച്ച് നിൽക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ പിഴവ് പറ്റിയെന്ന് സമ്മതിക്കണം. കേരളത്തിൽ അവിടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയട്ടെ. കേരളത്തിൽ ഒരുമിച്ച് നിന്ന് പോകാൻ കഴിയില്ല. കാരണം അത് ആദ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത് ഇന്നലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള ആ സമ്പർക്കം, അതിനുള്ള ഇടപെടലുകൾ, അവിടെ ഉണ്ടായിരിക്കുന്ന ചില സന്ധിചേരൽ, ഇതൊക്കെ ദുരൂഹമാണ്. റിപ്പബ്ലിക് ഡേ ആയിരുന്നു ശ്രീ എ ശുക്കൂർ. അത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഈ സ്റ്റേറ്റിന്റെ ഹെഡായിട്ടുള്ള ഗവർണറുമാണ്. താങ്കൾ എന്താണ് പറയുന്നത്? അതിനോട് നിസ്സഹകരിച്ച് നിൽക്കണമെന്നാണോ? അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഇതിനു മുമ്പ് വർക്കല രാധാകൃഷ്ണൻ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമായ ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കം ഭാഗമായതിന് താങ്കൾക്കൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ അതിനേക്കാൾ സുന്ദരമായ ഒരു ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാം. കാരണം റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണറും ഈ സ്റ്റേറ്റിന്റെ, ഈ സർക്കാരിന്റെ അധിപനായിട്ടുള്ള മുഖ്യമന്ത്രിയും ഒരുമിച്ച് നിൽക്കുന്നതിൽ എവിടെയാണ് ഒരു അയുക്തികതയുള്ളത്? എവിടെയാണ് അതിന് ന്യായീകരിക്കാൻ വിഷമമുള്ളത്? മയപ്പെടുത്തിയിരിക്കുന്നു പരസ്യമായി. ഗവർണറും മയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു മികച്ച മാതൃകയാണ്, മുഖ്യമന്ത്രി അദ്ദേഹം പ്രശംസിച്ചു. അതോ കേന്ദ്ര അത് വേറെ കാര്യം. പ്രതിപക്ഷം ബഹിഷ്കരിച്ചപ്പോൾ മറ്റൊരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്. ഈ ഗവർണർ രാഷ്ട്രീയ കളി മാത്രമാണ് കേരളത്തിൽ നടത്തുന്നത്, വ്യക്തമാണ്. ഇപ്പോൾ ഈ ഗവർണർ വഴിയാണ് മറ്റ് ചില കേസുകളും അന്വേഷണങ്ങളും പുറത്തു വരാൻ പാടില്ല. അതിനുള്ള അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ അതൊന്ന് വിശദീകരിക്കണം. അതേതാണ് മറ്റു ചില കേസുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അങ്ങനെയാണെങ്കിൽ താങ്കൾ അത് എന്ന് പറയൂ, എന്ന് വ്യക്തമാക്കൂ. അത് സംശയം വേണ്ട. എന്താ വ്യക്തമാക്കാനിരിക്കുന്നു? ഏത് കേസ്? സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യമാണ് ഈ കേസ് വന്നത്? ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യമാണ് ഗവൺമെന്റ് ഭാഗം മാറ്റിവെക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്? എത്ര പ്രാവശ്യമാണ് ഗവൺമെന്റിന്റെ ഭാഗം അഭിഭാഷകർ ഹാജരാകാതെ വരുന്ന ഘട്ടം, അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഘട്ടം? ഇതൊക്കെ ജനങ്ങൾക്കറിയില്ല എന്നാണോ? ഇത് മാത്രമല്ല, വേറെയും പലതുമുണ്ട്. ഇതെല്ലാം പുറത്തു വരും. ഇരട്ടത്താപ്പുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന നിങ്ങൾ കീഴ്വഴക്കം സൃഷ്ടിച്ച ആ നടപടി ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു പ്രമേയമായി നിയമസഭയിൽ വന്നത്. നിയമസഭ ജനപ്രതിനിധി സഭയല്ലേ? ജനപ്രതിനിധികളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൂടെ? ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ BJPയുടെ അംഗം പോലും വോട്ട് ചെയ്യാതെ, നോ എന്നോ യെസ് എന്നോ പറയാതെ, എന്നാ നിഷ്പക്ഷമെന്ന് പറയാതെ അദ്ദേഹം നിലപാടെടുത്ത് കണ്ടില്ലേ? ഞാൻ വരാം. ഏറെ നേരമായി ശ്രീ പി കെ ബിജു നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകട്ടെ. ശ്രീ പി കെ ബിജു, ഇരട്ടത്താപ്പാണ് ഈ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് എ ശുക്കൂറിന്റെ ഭാഗത്ത്. അതിനുള്ള മറുപടി താങ്കൾക്ക് രണ്ടാമത് പറയാൻ അവസരം തരാം. പക്ഷെ ആദ്യം ഈ വിഷയത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ലീഗ് പ്രാദേശിക നേതാക്കൾ, സമസ്ത അടക്കമുള്ള സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ ലീഗിലെ അണികളിൽ ഏതാനും പേർ ഒക്കെ ഈ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതിനൊരു പക്ഷേ ഒരു വിശദീകരണം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മതേതര മനസ്സാണ് ഒഴുകിയെത്തിയത്, അതിനെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് പി കെ ബിജുവിൽ നിന്ന് അതിലൊരു വിശദീകരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാടാണ്. ഒരു ഭാഗത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു, ഈ ശ്രീ KM ബഷീറിനെ പോലുള്ളവർ ഇതിന്റെ ഭാഗമായത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി അന്വേഷിക്കും, വിശദീകരണം തേടുമെന്നൊക്കെ പറയുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അതിനെ ഒരു സ്വാഭാവികമായ നീക്കമായിട്ടാണ് കാണുന്നത്. ലീഗിനകത്ത് ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട് എന്നാണോ ഇടതുമുന്നണി മനസ്സിലാക്കുന്നത്? അതോ ഈ വിഷയത്തിൽ ലീഗ് അടക്കമുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നാണോ? ഗോപികൃഷ്ണൻ, ഈ മനുഷ്യ മഹാശൃംഖലയുടെ വിജയത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തുള്ളവർക്കും ലോകത്തിത് വീക്ഷിച്ച ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുകയില്ല. ഇത് കേരളത്തിൻ്റെ സമര ചരിത്രത്തിലെ സുപ്രധാനമായ
ഒരേടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമിത്ഷായും മോദിയും രാജ്യത്ത് വിഭജനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു നിയമം പാസ്സാക്കി അന്ന് തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇത് രാജ്യത്തെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അതേ പാതയിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉള്ളടക്കം ചെയ്ത ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെ ആർട്ടിക്കിൾ 14 നൽകുന്ന എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കുമുള്ള ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന നാടാക്കി ഇത് നിലനിർത്തുന്നതിനെതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടുത്തെ പൗരന്മാരെ തീരുമാനിക്കുന്നത് മതാടിസ്ഥാനത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം. അതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനം, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഭരണഘടനയെ തൊട്ടാണ് സത്യം ചെയ്തത്, അതുകൊണ്ട് RSSന്റെ അജണ്ട ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഭാഗമായി NPR-ഉം NRC-യും വിശദീകരിച്ച നിലപാടൊക്കെ ഇവിടെ UDF-ഉം എടുത്തു. കാരണം നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ഒരുമിച്ച് നിൽക്കാൻ യോജിച്ച പ്രതിഷേധത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം കൈകോർക്കാനൊക്കെ പ്രതിപക്ഷ നേതാവ് മുൻപന്തിയിലുണ്ടായിരുന്നു. അതിനെ നിങ്ങൾ രാഷ്ട്രീയ മാന്യതയായി കാണുന്നില്ലേ? അതിനെ ഈ വരുന്ന അപകടത്തെ ഒരുമിച്ച് നേരിടാനുള്ള സന്നദ്ധതയായി നിങ്ങൾ കാണുന്നില്ലേ? ഗോപികൃഷ്ണൻ, അതിലേക്ക് ഞാൻ കടന്നു വരാം. അങ്ങനെ ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു സത്യാഗ്രഹം തിരുവനന്തപുരത്ത് ഇതിന്റെ ഭാഗമായി ഇതിനെ എതിർത്തുകൊണ്ട് നടത്താൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കണം, ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞതിനെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കേരളത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗം തുടർ സമരത്തെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. എന്തുകൊണ്ടാണ് അതിനുശേഷം കേരളത്തിൽ ഒരുമിച്ചുള്ള സമരം നടക്കാത്ത സാഹചര്യം ഉണ്ടായത്? ആരാണ് കേരളത്തിൽ ഒരുമിച്ചുള്ള സമരത്തെ തടഞ്ഞത്? ഇതേപോലുള്ള വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 നിലപാട് എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ മാത്രമല്ല, രാജ്യത്ത് മോദി സർക്കാരും അമിത്ഷായും വന്നതിന് ശേഷം അങ്ങനെ താങ്കൾ പറയുമ്പോൾ ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അവർ ചോദിക്കും. ഗോപികൃഷ്ണൻ ഷുക്കൂറിന്റെ കാര്യം അവസാനം എനിക്ക് പറയാൻ അവസരം തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതിരുന്നത്. ഗോപികൃഷ്ണൻ തന്നെ ഇപ്പൊ അതിലേക്ക് കടക്കാൻ എന്നെ നിർബന്ധിക്കുകയാണ്. കാരണം രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും രാജ്യത്തെ വർഗീയമായി മതപരമായി വിഭജിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതിനെതിരായി ശക്തമായ സമരം ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് ആ ആഭ്യന്തരമന്ത്രി രാജ്യത്ത് നിയമിച്ച 28ഓളം വരുന്ന ഗവർണർമാർ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉള്ളവർ അവർക്കെതിരായിട്ടുള്ള സമരമായി ഇത് മാറ്റണമെന്നുള്ള ഒരു തെറ്റായ വിചിത്രമായ വാദവുമായി വരുന്നത്. അത് കോൺഗ്രസ് ഈ കാര്യത്തിലുള്ള നിലപാടിൽ വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് നമ്മുടെ രാജ്യത്ത് BJP എടുക്കുന്ന നിലപാടുകൾക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ എടുത്തു കളഞ്ഞ സന്ദർഭത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. NIA നിയമത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യത്യസ്തമായ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മുത്തലാഖ് നിയമത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യത്യസ്തമായ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP കൊണ്ടുവരുന്ന മതരാഷ്ട്രമാക്കാനുള്ള മതന്യൂനപക്ഷങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ശക്തിയായി വരുന്നില്ല. നമ്മൾ കണ്ടല്ലോ, ഡിസംബർ 9 ഇന്ത്യൻ പാർലമെന്റ് ലോകസഭയിൽ ഈ നിയമം പാസ്സാക്കിയ അന്ന് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ 5 മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ടുള്ള MP-മാർ മാത്രമാണ് പ്രതിഷേധം. ഞാൻ ശ്രീ PK ബിജു, നമ്മൾ അത്തരം വിഷയങ്ങളിലേക്കല്ലോ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു ഒറ്റ വിഷയം. ഞാൻ പറഞ്ഞ താങ്കൾ ഈ സ്പെസിഫിക് ആയിട്ട് ഈ വിഷയത്തിലേക്ക് വരണം. കാരണം അവസാന ഘട്ടത്തിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം നമുക്ക് ആളുകൾക്ക് പറയാൻ സമയം കിട്ടിയില്ല എന്ന ആക്ഷേപം ബാക്കിയാവുകയാണ്. അല്ലല്ല ബിജു, ഒറ്റ കാര്യം. ഇവിടെ ഈ ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ, സമസ്തയെ പ്രതിനിധീകരിക്കുന്നവർ, മുജാഹിദിനെ പ്രതിനിധീകരിക്കുന്നവരൊക്കെ ഈ മനുഷ്യ മഹാസംഘങ്ങളുടെ ഭാഗമായി. ഇതിനെ നിങ്ങൾ രാഷ്ട്രീയമായി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത് സ്വാഭാവികം മാത്രമാണെന്ന്. പക്ഷേ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ശ്രീ ബഷീർ അടക്കമുള്ളവരോട്. നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആ പോയിന്റിലേക്ക്. അല്ല ഗോപികൃഷ്ണൻ, അതിന് കോൺഗ്രസ് നേതാവ് മുരളീധരൻ തന്നെ ഇത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു മറുപടി പറഞ്ഞു. അത് കോൺഗ്രസ്സുകാര് കാത് കൂർപ്പിച്ച് കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാനും കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ ബിജു, എനിക്ക് CPIMന്റെ നിലപാടാണ് അറിയണം. നടത്തുന്ന സന്ദർഭത്തിൽ അതിനെ തുറന്ന് എതിർക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി വരേണ്ട UDF അവിടെ എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷം ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന മതാതീത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ തുറന്നെതിർക്കാൻ വരുന്നു. UDFന് എതിർക്കാൻ കഴിയുന്നില്ല, വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അതല്ല ഞാൻ ചോദിക്കുന്നത് ബിജു ഞാൻ ചോദിക്കുന്നത്, ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടും എന്താണെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ. അതായത് ഇടത് മുന്നണിക്ക് ഈ വിഷയത്തിൽ, പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇടത് മുന്നണിക്ക് ലീഗുകാരുടെ പിന്തുണ കിട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ലീഗിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഇല്ല, ബിജു കേൾക്കുന്നുണ്ടോ? ബിജു കേൾക്കുന്നുണ്ടോ? അതെ, ഞാൻ ചോദിക്കുന്നത് ബിജു, PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു, സ്വാഭാവികമാണെന്ന്. KPA മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നാണ്. ലീഗിനകത്ത് ഈ വിഷയത്തിൽ, അതായത് ഇടതു മുന്നണിയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായതിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ലീഗിന്റെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ആവാനുള്ള സാഹചര്യം തെളിഞ്ഞിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, മനുഷ്യ മഹാശൃംഖല ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത് നടത്താൻ പരസ്യമായ അനൗൺസ്മെന്റ് നടത്തുന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പരിപാടിയല്ല. ഞങ്ങൾ കേരളത്തിലെ പരമാവധി വീടുകൾ കയറി, മുസ്ലിം ദേവാലയങ്ങളിൽ കയറി, പള്ളികളിൽ കയറി, നമ്മുടെ നാട്ടിലെ എല്ലാ മതസ്ഥാപനങ്ങളിലും കയറി എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഈ മനുഷ്യ മഹാശൃംഖലയിൽ അണിചേരണം. ഇത് രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടി നീക്കമാണ്. മതനിരപേക്ഷമായ ഒരു രാജ്യത്തെ തകർക്കാനുള്ള നീക്കമാണ്. നമ്മുടെ പാരമ്പര്യം എല്ലാ മതവിശ്വാസത്തെയും സ്വാഗതം ചെയ്ത പാരമ്പര്യമാണ്. നമ്മുടെ പാരമ്പര്യം എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് ഭാരതീയമായ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, അസംഖ്യം വരുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഈ ചങ്ങലയിൽ കൈകോർത്തു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അത് കേരളത്തിന്റെ വികാരമാണ്. അത് ആര് തടഞ്ഞു നിർത്തിയാലും അത് തടഞ്ഞു നിർത്തപ്പെടുന്നതല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ രാജ്യത്തിന്റെ ഞാൻ വരാം. ശ്രീ കെ എം ബഷീർ, ഈ വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനൊപ്പമാണോ താങ്കൾ? അല്ല, ശ്രീ കെ എം ബഷീർ, ഞാൻ വരാം. ബിജു, കെ എം ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാടിനൊപ്പമാണോ താങ്കൾ, അതോ KPA മജീദിന്റെ നിലപാടിനൊപ്പമാണോ? അങ്ങനെ ഒരു വ്യക്തിയുടെ നിലപാടിന്റെ പിന്നിലല്ല. അല്ല, ലീഗിനകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട്, അതൊന്ന് പ്രകടമായി. ഒരു അഭിപ്രായ ഭിന്നതയും ഇക്കാര്യത്തിലില്ല. എന്നാൽ താങ്കളൊന്ന് വിശദീകരിക്കൂ. PK കുഞ്ഞാലിക്കുട്ടി സ്വാഭാവിക നടപടിയാണെന്ന് പറഞ്ഞു, KPA മജീദ് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അത് അഭിപ്രായ ഭിന്നതയല്ലേ? അല്ല, അദ്ദേഹം അത് പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള, അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് വിവരം അറിയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? ഇവിടെ KPA മജീദ് സാഹിബ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അദ്ദേഹം പഠിച്ചു കഴിഞ്ഞാൽ നിലപാട് മാറ്റുമെന്നാണോ താങ്കൾ പറയുന്നത്? പഠിച്ചു കഴിഞ്ഞാലുള്ള അവരെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്നുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവര് മനസ്സിലാക്കിയവർക്ക് വന്നിട്ടുള്ള തകരാറുകളാണ്. അത് മനുഷ്യ സഹജമാണോ? ശരി, അതായത് ഈ സമരത്തോട് നിസ്സഹകരിക്കാൻ UDF എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നാണോ താങ്കൾ പറയുന്നത്? UDF അങ്ങനെ എടുത്തിട്ട് മുസ്ലിം ലീഗ് പാർട്ടി ഇതിൽ കൂട്ടായ സമരം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പലവട്ടം കൂട്ടായും ഒറ്റക്കും സമരം ചെയ്യുന്ന പറഞ്ഞത്. വന്യനായ ET മുഹമ്മദ് ബഷീർ, അല്ല, ഒരു മിനിറ്റ്, അതായത് സംയുക്ത സമരം വേണമെന്നതായിരുന്നു ലീഗിന്റെ അഭിപ്രായം. സംയുക്ത സമരം ഇന്ന് AK ആന്റണി പറഞ്ഞത് എത്ര മുൻകൂട്ടി തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതാണ്. ശ്രീ A ഷുക്കൂർ, താങ്കൾ കേട്ടല്ലോ അല്ലേ? സംയുക്ത സമരം എന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ശ്രീ A ഷുക്കൂർ, താങ്കൾ കേട്ടല്ലോ അഭിപ്രായം? അല്ല, അപ്പോൾ നിങ്ങളെടുത്ത തീരുമാനം കോൺഗ്രസിന്റെ ഏകപക്ഷീയ തീരുമാനമാണെന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഈ ഒരുമിച്ചുള്ള സമര പരിപാടികൾക്ക് വേദി ഒരുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് അവർ ഡൽഹിയിൽ വെച്ച് ശ്രീ രമേശ് ചെന്നിത്തലയും
ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ശ്രീ ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന ആ നേതൃത്വം ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീ മുരളീധരൻ പറഞ്ഞത് താമരക്കുമ്പിലല്ലോ മമ ഹൃദയം, അങ്ങനെ ഞങ്ങൾക്കില്ല എന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന് കോൺഗ്രസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ എ ഷുക്കൂർ, ഇതൊന്നും മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല മുസ്ലിം ലീഗിനെ ഞാൻ ചോദിക്കട്ടെ ശ്രീ എ ഷുക്കൂർ, ഈ ഞാൻ ഒരൊറ്റ കാര്യം താങ്കളോട് പറയാം. അതായത് ഈ ലീഗിലെ ഏതെങ്കിലും ഒരു ഒറ്റ മിനിറ്റ്, ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് മുസ്ലിം ലീഗിലെ അണികളിൽ ആരെങ്കിലും കുറച്ചു പേർ ഈ മഹാശൃംഖലയുടെ ഭാഗമായിരുന്നു എങ്കിൽ ഇതുപോലൊരു ചർച്ചയോ താങ്കളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളോ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇതിൽ പ്രാദേശിക നേതാക്കളടക്കം, ഇതിൽ സമസ്തയിലെ നേതാക്കളടക്കം, ഇതിൽ മുജാഹിദുകൾ അടക്കമുള്ളവർ പങ്കെടുക്കുമ്പോഴാണ് UDF എടുത്ത രാഷ്ട്രീയ നിലപാട് തെറ്റായി പോയോ എന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. AK ആന്റണി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഗോപികൃഷ്ണ, ഇതിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് ഇപ്പോഴും ബോധ്യപ്പെട്ടു. ഇനിയുള്ള നാളുകളിൽ അത് ശക്തമായി ബോധ്യപ്പെടാൻ പോകുന്നു. ലീഗിന് ബോധ്യപ്പെട്ടിട്ടില്ല, മുസ്ലിം ലീഗിന് ബോധ്യപ്പെട്ടിട്ടില്ല, മുസ്ലിം ലീഗിന് ബോധ്യപ്പെട്ടിട്ടില്ല. KM ബഷീർ തന്നെ പറഞ്ഞു, ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലും എല്ലാം മറന്ന് ഒന്നിച്ചു പോകണം. താങ്കളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല ശ്രീ എ ഷുക്കൂർ, താങ്കളുടെ പാർട്ടിയുടെ നേതാവിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്രീ KM ബഷീർ ഇവിടെ പറഞ്ഞത് യോജിച്ച പ്രതിഷേധം വേണമെന്ന്. അല്ലല്ല സ്വാഭാവികം. UDF കോഴിക്കോട് സമരം നടത്തി. കോഴിക്കോട്ട് സമരത്തിൽ അത്തരത്തിലൊരു നിലപാട് ഞങ്ങൾക്കില്ല. സഹകരിക്കുന്നവരെല്ലാവരും എവിടെയും സഹകരിക്കട്ടെ. ഇത് വലിയ വിഷയമാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ ദേശീയ പൗരത്വ നിയമത്തിന് ശക്തമായി എതിരാണ്. കോൺഗ്രസ് അധികാരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞതാരാണ്? അല്ല ഒരൊറ്റ മിനിറ്റ് എനിക്ക് ഷുക്കൂറിനോടും ഡോക്ടർ PK ബിജുവിനോടും ഒരു ചോദ്യം. ഒരു മിനിറ്റ് ബിജു ഒരു മിനിറ്റ്. ബിജു, നമ്മളിങ്ങനെ എല്ലാവരും സംസാരിച്ചാൽ പ്രേക്ഷകർക്കൊന്നും മനസ്സിലാകില്ല. ബിജു ഒരു ഒറ്റ മിനിറ്റ്. ബിജുവിനോടും ശ്രീ ഷുക്കൂറിനോടും രണ്ടുപേരോടും എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം രണ്ടുപേരോടും എനിക്ക് ആവർത്തിക്കാനുണ്ട്. ഒന്ന്, ഡോക്ടർ PK ബിജു, മനുഷ്യ ഭൂപടം തീർക്കാൻ പോവുകയാണ് UDF. CAക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി അതിനോട് സഹകരിക്കും? ബിജു, ഹലോ. ബിജു, ഇടതുമുന്നണി അതിനോട് സഹകരിക്കുമോ? ഗോപികൃഷ്ണൻ, ഇതിനെതിരായിട്ടുള്ള എല്ലാ സമരവും ഒരുമിച്ച് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ചേർന്നിരുന്ന് ഈ പരിപാടി തീരുമാനിക്കണമെന്നാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സമരങ്ങൾക്കും ഒരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. അന്ന് തീരുമാനിച്ചത് ഓരോ സംഘടനകളും വ്യത്യസ്തമായി സമരം നടത്താം, പക്ഷേ കേരളം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ശക്തി ഉണ്ടാകുന്നത്. അതനുസരിച്ചുള്ള സമരം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് ആലോചിച്ച് അതിന്റെ രീതി തീരുമാനിക്കണമെന്നാണ് പ്രഖ്യാപിച്ചത്. ശ്രീ ഷുക്കൂർ, ശരിയല്ലാതെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ശരിയാണല്ലോ. അല്ല ശ്രീ ഷുക്കൂർ, ശരിയാണല്ലോ സാർ, അങ്ങനെയാണല്ലോ തീരുമാനം ഉണ്ടായത്. അല്ല സർവകക്ഷി യോഗത്തിൽ എന്തായിരുന്നു തീരുമാനം? എങ്ങനെ LDF-ന്റെ സമരം പ്രഖ്യാപിച്ചു? എങ്ങനെ പ്രഖ്യാപിച്ചു? അങ്ങനെയാണെങ്കിൽ LDF-ന്റെ സമരം ആദ്യം ശരിയാണ്, ഈ പറഞ്ഞത് ശരിയാണ്. പ്രതിപക്ഷ നേതാവ് പിന്നീട് മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല ബിജു ഒരു മിനിറ്റ് ശ്രീ എ ഷുക്കൂർ വിശദീകരിക്കട്ടെ. അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കും. അല്ലല്ല പറയൂ. അല്ലല്ല ഒരു മിനിറ്റ് ബിജു ഒരു മിനിറ്റ് ശ്രീ എ ഷുക്കൂർ പറയട്ടെ. പറയൂ. മനുഷ്യ ശൃംഖല എങ്ങനെ ഉണ്ടായി? അങ്ങനെ യോജിച്ച തീരുമാനമാണെങ്കിൽ ഈ രണ്ടാം ദിവസം ഈ ഉപവാസം തിരുവനന്തപുരത്ത് ഞാനും ഒക്കെ പങ്കെടുത്തതാണ്. ആ സമരത്തിന് ശേഷം തൊട്ടടുത്ത ആ നിമിഷത്തിൽ വരുന്ന സമയം ഈ സമരം LDF-ന്റെ എങ്ങനെ പ്രഖ്യാപിച്ചു? യോജിച്ച സമരമാണെങ്കിൽ അപ്പൊ യോജിച്ച സമരത്തിന്റെ ആ ലക്ഷണങ്ങൾ CPM-ന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പിന്നെ ഞങ്ങളും ബോധ്യപ്പെട്ടു.
ഇതിനകത്ത് അപകടം വരാൻ പാടില്ല. കാരണം ഇവിടെ രണ്ട് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിൽക്കുന്നയാൾ. എന്നാൽ കേന്ദ്ര നേതൃത്വം CPM ഈ നിലപാടിൽ ഞങ്ങളുടെ നിലപാടിനെ എത്ര സത്യസന്ധമായി അംഗീകരിക്കുന്നു. നിലപാട് എത്രമാത്രം പ്രകടമാണ് കാര്യത്തിൽ. ഞങ്ങളുടെ ഈ നേതാക്കളുടെ നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ, നിങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിനെ പ്രാദേശിക കേരള നേതൃത്വം കുറ്റം പറയുമ്പോൾ അവിടെ എന്ത് നിലപാടാണ് ഞങ്ങൾ എടുത്തത്? കാരണം കേരളത്തിന്റെ രാഷ്ട്രീയത. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും നിസ്സഹരിപ്പിക്കാനോ ആരെയും സഹകരിപ്പിക്കാനോ പോയില്ല. ശക്തിപ്പെടേണ്ട പ്രക്ഷോഭം. അല്ല ഈ നിങ്ങളുടെ മനുഷ്യ ഭൂപടത്തിലേക്ക് ഇടതു മുന്നണിയെ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനുഷ്യ ഭൂപടത്തിലേക്ക് ഇടതു മുന്നണിയെ ക്ഷണിച്ചിട്ടുണ്ടോ? എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാദേശികമായി അതിന് രാഷ്ട്രീയ നേതൃത്വം കത്തുകൊടുക്കുകയല്ല. പ്രാദേശികമായി എല്ലാവരും ചെന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വരട്ടെ. ആലപ്പുഴയിൽ ഞങ്ങൾ അതിന്റെ സംഘാടകരാണ്. ഞാൻ ആലപ്പുഴയിൽ സാമുദായിക ക്ഷേത്രങ്ങൾ ശുക്കൂർ പറഞ്ഞതൊന്നുമല്ല ശരി. കാരണം ദേശീയ തലത്തിൽ നിങ്ങളെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട് ഈ മനുഷ്യ ഭൂപടത്തിൽ പങ്കെടുക്കാൻ എന്നാണ് ശുക്കൂർ പറഞ്ഞത്. CPM അവിടെ സോണിയാഗാന്ധി വിളിച്ച യോഗത്തിലും ഞങ്ങൾ ഒരുമിച്ച് ഈ സമരം രാജ്യത്ത് കൊണ്ടുവരണം എന്ന നിലപാട് അവിടെ പങ്കെടുത്തറിയിച്ചവരാണ്. അപ്പൊ ശ്രീ ശുക്കൂർ പറയുന്നത് പോലെയല്ല, രാഷ്ട്രീയ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലുള്ള വിഷയത്തെ ഇടതുപക്ഷവും CPM കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ചേർന്നുള്ള സമരം തിരുവനന്തപുരത്ത് നടത്തിയതിനു ശേഷമാണ് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിക്കുന്നത്. ആ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത് തന്നെ ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ പ്രശ്നമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സമരം തീരുമാനിക്കണം. ആ ഒരുമിച്ചുള്ള സമരം വേണമെങ്കിൽ ഞങ്ങൾ ഈ നിങ്ങൾ പറയുന്ന സമയത്ത് മാറ്റാം, അല്ലെങ്കിൽ അതനുസരിച്ച് തീരുമാനിക്കാം. ഒരു തീരുമാനവും വരാതെ ആയപ്പോൾ, അവിടുന്ന് ഒരു പരാമർശം ഉണ്ടാകാതായപ്പോൾ ഞങ്ങൾക്ക് ഈ സമരമായി മുന്നോട്ട് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളെ, വർഗീയ ശക്തികൾ ഇങ്ങനെ ചെണ്ട പോലെ വഴിയിൽ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശബ്ദമായി നിൽക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനെന്തായാലും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ശക്തിയുണ്ടോ ആ ശക്തിക്കനുസരിച്ച് രാജ്യത്തെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് BJPക്കും സംഘപരിവാറിനും ഈ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ജമ്മു കാശ്മീരിൽ ഞങ്ങൾ വലിയ ശക്തി ആയതുകൊണ്ടല്ലോ CPMന്റെ ജനറൽ സെക്രട്ടറി ജമ്മു കാശ്മീരിൽ പോയത്. അവിടെ ആ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അവിടെ ഇത്രയധികം കോടിക്കണക്കിന് മനുഷ്യർ തടവറയിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന സാഹചര്യം രാജ്യസഭയും ദേശീയ ശ്രദ്ധയും എല്ലാം കൊണ്ടുവന്നത് CPMന്റെ ശക്തി അത്ര വലുത് അല്ലാത്ത പ്രദേശത്താണ് എന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ചാൽ രാജ്യം എന്ന സംഘപരിവാറിന് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നാടായി മാറും. പക്ഷെ അതിലേക്ക് കോൺഗ്രസ് വരുന്നില്ല. ആ വിമർശനമാണ് ഞങ്ങൾക്കുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞു, ശ്രീ എ ശുക്കൂർ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ താങ്കൾ കുറച്ചു മുൻപ് പറഞ്ഞു, ഈ മനുഷ്യ മഹാഭൂപടത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ സംഘടനകളെയും, എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ യോജിച്ച പ്രക്ഷോഭങ്ങൾ ഇനി വേണ്ട എന്ന് നിങ്ങളുടെ നിലപാട് മാറ്റിയോ? അങ്ങനെയല്ല. CPMന്റെ നിലപാടിൽ ചില കാപട്യങ്ങളുണ്ട്. അത് ഓരോ ദിവസവും വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് നടന്ന ദിവസത്തെ ആവേശമല്ല ഇന്ന് CPM നേതൃത്വത്തിലുള്ളത്. പറയൂ. അത് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടില്ല, അത് സമസ്ത പോലെയുള്ള സംഘടനകൾക്ക് മനസ്സിലായിട്ടില്ല, അത് മുജാഹിദികൾക്ക് മനസ്സിലായിട്ടില്ല. അതെ, ഞാൻ ഗോപികൃഷ്ണ ഒന്ന് സമാധാനത്തിൽ കേൾക്കൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഡോക്ടർ MK മുനീർ, ശ്രീ KPM മജീദ്, ഈ 3 പേരുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് അതിൽ ഒരു നടപടി എടുക്കുന്നതിനെ കുറിച്ചും പാടില്ല എന്നാണ് മുനീർ സാഹിബ് പറഞ്ഞത്. എന്നാൽ മജീദ് സാഹിബ് പറഞ്ഞു ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ചില പ്രാദേശിക ലീഡേഴ്സ് ഈ LDFനെ സഹായിക്കുന്ന നിലപാടിലെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്വാഭാവികമാണ്. അല്ല ശ്രീ എ ശുക്കൂർ, ചില പ്രാദേശിക നേതാക്കൾ എന്ന് പറഞ്ഞവരിൽ ഒരാൾ KM ബഷീറാണ്. കുറ്റബോധമില്ല അദ്ദേഹത്തിന്. അല്ലല്ല, ശരി, KM ബഷീറിന് ഈ മനുഷ്യ ശൃംഖലയുടെ ഭാഗമായതിൽ കുറ്റബോധമില്ല, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന തോന്നലില്ല.
താങ്കൾ പറഞ്ഞതുപോലെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇവരും ഒക്കെ പറഞ്ഞ അതേ നിലപാടിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുണ്ടാകില്ല. മനസ്സ് കൃത്യമായും സ്പഷ്ടമായും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോകുന്ന ആളുകൾക്ക് ആ പ്രക്ഷോഭത്തിന്റെ പാതയിൽ ശക്തിപ്പെടുത്തണം. പക്ഷെ CPM അതല്ല. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച ആ പ്രമേയം അംഗീകാരം കൊടുത്ത് ഏകകണ്ഠമായി സഭയിൽ പാസ്സാക്കും. കാരണം കേരളത്തിന്റെ ഗവർണർ നടത്തുന്ന രാഷ്ട്രീയ ആ കളി അവസാനിപ്പിക്കപ്പെടണം. ഒരു ഗവർണർക്ക് പറ്റിയ പണിയല്ല കേരളത്തിന്റെ ഗവർണർ നടത്തുന്നത്. അല്ല എനിക്ക് ഈ വിഷയത്തിൽ ശ്രീ A. ഷുക്കൂർ, മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും സമസ്തയും ഒക്കെ ഇതിന്റെ ഭാഗമായതിൽ നിങ്ങളൊരു തെറ്റും കാണുന്നില്ല, കോൺഗ്രസ് ഒരു തെറ്റും കാണുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണോ? ഞങ്ങൾ അങ്ങനെ സംഘടിതമായി അവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെയുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സംഘടിതമായി. അല്ല അവിടെയാണ് ഭയപ്പെട്ടു പോയ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷകരാകാൻ UDF-ന് കഴിഞ്ഞില്ല എന്ന താങ്കളുടെ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവ് K. മുരളീധരൻ പറഞ്ഞത് നിലനിൽക്കുന്നത്. അവിടെയാണ് ഭയപ്പെട്ടു പോയ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ രക്ഷകരാകാൻ UDF-ന് കഴിഞ്ഞില്ല എന്ന് സ്വയം വിമർശനപരമായി K. മുരളീധരൻ പറഞ്ഞ കാര്യവും നിലനിൽക്കുന്നത്. അവിടെയാണ് കൂട്ടായ പ്രതിഷേധമാണ് വേണ്ടത്, ബാക്കി എല്ലാ വിഭജനങ്ങളും മറക്കണമെന്ന് AK ആന്റണിയുടെ പ്രസ്താവന നിലനിൽക്കുന്നത്. അത് സ്വാഭാവികം, അതാണ് ശരി, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഇതില് താങ്കൾ പറഞ്ഞു ഇതിലിപ്പോൾ ഏതാണ് ശരി? ശ്രീ A. ഷുക്കൂർ, ഇതിൽ ഏതാണ് ശരി? ശ്രീ A. ഷുക്കൂർ, ഇതിൽ ഏതാണ് ശരി? താങ്കൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ, ശ്രീ A. ഷുക്കൂർ, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞു ഇടതുമുന്നണിയുടെ നിലപാടിൽ കാപട്യമുണ്ട്, ആ കാപട്യം കാരണം ഞങ്ങൾക്ക് അവരുമായി യോജിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കഴിയില്ല, അതാണ് ശരിയെന്ന് താങ്കൾ പറഞ്ഞു. അതേ താങ്കൾ തന്നെ പറയുന്നു എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന AK ആന്റണിയുടെ ആഹ്വാനമാണ് ശരിയെന്ന്. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ലോങ് മാർച്ചുകൾ, ഡൽഹിയിലെ സമരങ്ങൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സമരം, മറ്റു വിദ്യാർത്ഥി സമരങ്ങൾ, ജാമിയ മില്ലിയയിലെ സമരം, ജുമാ മസ്ജിദിന് മുമ്പിൽ നിന്നുള്ള സമരം, ചന്ദ്രശേഖർ ആസാദിന്റെ സമരം, ഇതിനെല്ലാം കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ? എവിടെയൊക്കെ? എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും. CPM എല്ലായിടത്തും ഉണ്ടോ? അത് അവിടെ നിന്നോട്ടെ, ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ CPM-ലെ കേരളത്തിൽ രാഷ്ട്രീയ കപടതയുണ്ട്. ആ കാപട്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ AK ബാലൻ പറഞ്ഞത് എന്താ? ആ കാപട്യത്തിന്റെ മറ്റൊരു മുഖമാണ്. AK ബാലൻ, നിയമവകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞതിന് ആ മറ്റൊരു ഇത് ദൃശ്യമാകും. കാലാന്തരത്തിൽ ഈ കാര്യങ്ങൾ പുറത്തു വരും. ജനങ്ങളെ എന്നും കബളിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനൊരു കാര്യം വരാം. ശ്രീ K. M. ബഷീർ, ഇനിയും ശ്രീ K. M. ബഷീർ, ഇനിയും ഇടതുപക്ഷ സംഘടനകളോ ഇടതുപക്ഷമോ CPM-ഓ CPI ഇവരാര് ഈ CAA-ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചാലും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്താലും താങ്കൾ അടക്കമുള്ള ലീഗിലെ പ്രാദേശിക നേതാക്കളിൽ അന്ന് മനുഷ്യ ശൃംഖലയ്ക്കൊപ്പം നിന്നവരെല്ലാം തുടർന്നും അതിൽ അണിചേരുമോ, പങ്കെടുക്കുമോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം ലീഗിനും UDF-നും അതിൻ്റെതായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. ശ്രീ പിണറായി വിജയൻ മുസ്ലിം ലീഗ് നേതാക്കളോടും അനുയായികളും മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ വേണ്ടി, പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിരുന്നു, ക്ഷണിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞ് അവിടെ ഇലയെടുക്കാൻ നേരത്ത് അവിടെ പോയി ഇരിക്കേണ്ട ആളുകളല്ല. അണികളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി കത്ത് കൊടുത്ത് വിളിക്കേണ്ട ആളുകളുമല്ല. ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ വലിയ പ്രാധാന്യം അറിയിക്കുന്ന രാജ്യത്തിൻ്റെ മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ അഡ്രസ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കിടയിൽ വൈജാത്യം ഉണ്ടാവുന്നത്? പരിണിത പ്രജ്ഞനായ ഷുക്കൂർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ വളരെ വ്യക്തമായി ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു,
ഭൂപടം നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ക്ഷണിക്കും. എത്ര നല്ല വർത്തമാനമാണത്! എല്ലാവരെയും ക്ഷണിക്കണം. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് അതിൽ പങ്കെടുക്കണം. അല്ല കെ.എം. ബഷീർ, താങ്കൾ കേരളത്തിന്റെ രാഷ്ട്രീയ സമര മുന്നണിക്ക് CPIM-നും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പുണ്ടെന്ന കോൺഗ്രസിന്റെ ആക്ഷേപം ലീഗിനില്ല എന്നാണ്? ലീഗിനില്ല. ഇല്ല. അങ്ങനെ ഇരട്ടത്താപ്പുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ജനത തിരിച്ചറിയും. ഇവിടെ രാഷ്ട്രീയ അജഗഡകളും മുതലെടുപ്പും ഈ വിഷയത്തിൽ എടുക്കുന്നവർ സത്യസന്ധതയും ആത്മാർത്ഥതയും മുന്നിൽ വെച്ചുകൊണ്ടുണ്ടാവുമ്പോൾ അതിന് ബഹുജനങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ എ. ഷുക്കൂർ, ഈ വിഷയത്തിൽ ലീഗ് എവിടെയാണ് നിൽക്കുന്നതെന്ന് താങ്കൾ കേട്ടല്ലോ. ലീഗിന്റെ ലീഡർഷിപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ്. അല്ല, ഇതിൽ ഇടതു മുന്നണിക്ക് ഇരട്ടത്താപ്പുണ്ടെന്നുള്ള അഭിപ്രായം ബഷീറിനെ പോലുള്ളവർക്കില്ല. ഇല്ലായിരിക്കും. ലീഡർഷിപ്പിലെ നേതാക്കൾ അങ്ങനെ പറയട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ലീഗിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നുണ്ടല്ലേ? ജനാധിപത്യ പാർട്ടിയാണ്. ഇല്ല ഇല്ല, അങ്ങനെ അഭിപ്രായ ഭിന്നതയായിട്ട് ഇതിനൊന്നും കാണരുതേ ഗോപികൃഷ്ണ. ലീഡർഷിപ്പ് എത്രയോ ക്ഷമിക്കണം. മുസ്ലിം ലീഗിന് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, വ്യക്തമായ നിലവുണ്ട്. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ തിരുത്തേണ്ട ചില കാര്യങ്ങൾ. എന്തിനാണ് ഇടതുപക്ഷമായി സഹകരിക്കുന്നതിന് തിരുവനന്തപുരത്ത് നമുക്ക് പ്രശ്നമില്ല. അവിടെ ശ്രീമാൻ രമേശ് ചെന്നിത്തലക്കും മുനീറിനും അവിടെ പങ്കെടുക്കുന്നതിൽ ഐത്തമില്ല. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു ഇത് ജനം അറിയണ്ടേ? എന്തിനാണ് ഇവരുമായി കൂടിച്ചേരുന്നില്ല എന്ന് പറയുന്നത്? അത്തരം കൂടിച്ചേരാൻ കഴിയാത്ത എന്ത് പാതകമാണ് ഈ മുന്നണി ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെ വിശ്വസിച്ച് പൊതുപ്രവർത്തന രംഗത്തും രാജ്യത്ത് ജീവിക്കുന്നവരാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അപാലവൃതം വരുന്ന സാധാരണ ജനങ്ങളുടെ ആശ്വാസമാണ്. ആ ഒരു ഐഡന്റിറ്റിയാണ് അതാത് കാലങ്ങളിൽ ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്യുന്നത്. ശരി, CAA-ക്കെതിരായ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ അണികളുടെ വികാരം മാനിക്കാതെ നേതൃത്വം നീങ്ങിയോ? എൻകൗണ്ടർ രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യും. വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികൾ എന്നോടൊപ്പം. എൻകൗണ്ടറിൽ ചർച്ച തുടരുന്നു. ശ്രീ PK ബിജു, ഈ CAA വിരുദ്ധ പ്രക്ഷോഭത്തിലെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയും എന്ന ഒരു ധാരണ ഇടതുമുന്നണിക്കുണ്ടോ? ഈ വിഷയത്തെ രാജ്യത്തെ എല്ലാവരെയും ഒരുമിപ്പിച്ച് സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് CPM-ഉം തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തി കേരളത്തിലെ എല്ലാ വ്യക്തിത്വങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സർവകക്ഷി യോഗം ചേർന്ന് തുടർ സമരം തീരുമാനിക്കുന്നതിനു വേണ്ടി ആ യോഗം മുഖ്യമന്ത്രിയെയും അതുപോലെ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ശ്രീ ബഷീർ ചോദിച്ചതുപോലെ അതിനുശേഷം ആരാണ് ആ ഒരുമിച്ചുള്ള സമരത്തെ തടസ്സപ്പെടുത്തിയത്? ലീഗിൻ്റെയൊക്കെ നിലപാട് ഒരുമിച്ചുള്ള സമരമാണ് എന്ന് നമ്മൾ പലകുറി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷുക്കൂറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിനൊപ്പമാണോ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തിനൊപ്പമാണോ UDF നീങ്ങുന്നത്? ശ്രീ മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം തടങ്കൽ പാളയം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ ഒരുമിച്ചുള്ള പ്രക്ഷോഭത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് കേരളം കണ്ടതാണ്. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു ഗവർണറെ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് അളക്കാൻ ശ്രമിക്കരുത്. ഗവർണറോട് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു റെസിഡന്റ് ഭരണമില്ല, ജനാധിപത്യ ഭരണമാണ് എന്ന് ഓർത്തോണം. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്നൊക്കെ കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ നേതാവും നിങ്ങളുടെ കേന്ദ്രമന്ത്രിയുമായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ
വേറൊരു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ വരും എന്നത് മാത്രമാണ് ആ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് ഇവിടെ ആര് വന്നാലും ഗവർണർക്ക് ഗവർണറുടേതായിട്ടുള്ള പദവിക്കൊപ്പം നിൽക്കാനും ജനാധിപത്യ ഗവൺമെന്റിന് ജനങ്ങൾ നൽകിയിട്ടുള്ള അവരെ സംരക്ഷിക്കാനുള്ള ചുമതല നിർവഹിക്കാനും ഞാൻ ബിജു, എനിക്ക് ശ്രീ എ ഷുക്കൂറിന് കൂടി സമയം കൊടുക്കണം ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ്. ശ്രീ എ ഷുക്കൂർ, ഞാൻ എ ഷുക്കൂറിലേക്ക് പോകും. ശ്രീ എ ഷുക്കൂർ, ഇവിടെ KM ബഷീർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. UDF നേതൃത്വം ചില കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തണം. കാരണം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ രാഷ്ട്രീയ തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാൻ തയ്യാറാകണം. അണികളുടെ സമ്മർദ്ദവും മാനസികാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാകണമല്ലോ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ചിലരെങ്കിലും ഈ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമാകാൻ തയ്യാറെടുത്തത്. അവിടെ തിരുത്തൽ വരുത്തേണ്ടത് UDF നേതൃത്വമാണ്. ഒന്നുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വമാണ് എന്നാണ് ബഷീറിന്റെ വാക്കുകളിൽ കിടക്കുന്നത്. ഈ തിരുത്തൽ ആവശ്യമാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നു? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, ഈ ഇപ്പോഴും ബിജുവിനെ പോലുള്ള ഇവിടെയാണ് രാഷ്ട്രീയ കാപണ്യം CPM-ൻ്റെത് പറയാൻ ആഗ്രഹിക്കുന്നത്. പറയുന്ന ഒരു കാര്യമുണ്ട്, ഡിറ്റൻഷൻ സെന്ററുകൾ, അതായത് ഈ തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഈ മുല്ലപ്പള്ളിയുടെ കാലത്താണ്, അല്ലെങ്കിൽ UPA ഭരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലം. അന്ന് ഈ നിയമം ഇല്ല ബിജു അന്ന് പാസ്പോർട്ട് കൃത്രിമം നടത്തിയതും വിസ ഇല്ലാത്ത വന്നവരും ഈ നാട്ടിൽ അനധികൃതമായി ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നവരെ പിടിച്ചിടാൻ തടങ്കൽ പാളയം ഉണ്ടാക്കി. ഇന്നത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്നത്തെ നിയമം അതുപോലെ സമാനമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. തെറ്റിദ്ധരിപ്പിക്കാൻ അമിത്ഷായുടെ ഭാഷയാണ് പിണറായി വിജയന്റെ ഭാഷ. അമിത്ഷായുടെ ഭാഷയാണ് പിണറായി വിജയന്റെ ഭാഷ. അതാണ് നിങ്ങൾ ആ തടങ്കൽ പാളയത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് പാസ്പോർട്ട് ഇല്ലാതെ വിസ ഇല്ലാതെ ഇന്ത്യയിൽ കഴിയുന്ന ആളുകളെ പിടിച്ചിടാനുള്ള തടങ്കൽ പാളയങ്ങളാണ്. ഒറ്റ ചോദ്യത്തിന് ഉത്തരം. UDF തിരുത്തേണ്ടതുണ്ടോ? വേഗം, സമയം കഴിഞ്ഞു. ശ്രീ എ ഷുക്കൂർ, അല്ലല്ല, ഇനി വേറെ ഒന്നിലേക്കും പോകാൻ സമയമില്ല. ശ്രീ എ ഷുക്കൂർ, UDF തിരുത്തേണ്ടതുണ്ടോ? വളരെ പെട്ടെന്ന്. UDF ഒന്നും തിരുത്തേണ്ടതില്ല. UDF-ന്റെ കൂട്ടായ നേതൃത്വം എല്ലാവരും കൂടി എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കിയ വഴിയുള്ള ഭയാശങ്ക സാധാരണക്കാരിലും പാവപ്പെട്ടവരിലും നിഷ്പക്ഷമതികളിലുമൊക്കെ ഭയങ്കര ഭീതിജനകമാണ്. അവരുടെ മനസ്സ് പുതിയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് നോക്കാം. യോജിച്ച പ്രതിഷേധം വേണമെന്ന AK ആന്റണിയുടെ ആഹ്വാനം ഏത് നിലയ്ക്കാണ് കോൺഗ്രസ് ചെവിക്കൊള്ളാൻ പോകുന്നത് നമുക്ക് നോക്കാം. മനുഷ്യ ഭൂപടം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമോ എന്നും നമുക്ക് നോക്കാം. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ വിഷയവുമായി നാളെ എൻകൗണ്ടർ ഇനി ഇതേ സമയം. ഗുഡ് നൈറ്റ്. അഭിമാനത്തിന്റെ ഒരു വർഷം.